എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, ടേബിൾ 6.1 സബ്ഫൈലം വെർട്ടിബ്രേറ്റയുടെ വർഗീകരണം എന്നുള്ള ആ ഭാഗത്തെക്കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കുവാനായിട്ട് പോകുന്നത്. പേജ് നമ്പർ 146 എല്ലാവരും എടുക്കുക. ടെട്രാപോഡ അല്ലെങ്കിൽ കാലുകളുള്ള ജീവികളുടെ ആ ക്ലാസിഫിക്കേഷനിലാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കാലുകളുള്ള ജീവിയിൽ ആംഫിഫിയയെയും റെപ്റ്റലിയനെയും കുറിച്ച് നമ്മൾ ഓൾറെഡി, അല്ലെങ്കിൽ ഉഭയജീവികൾ അല്ലെങ്കിൽ ജലത്തിലും കരയിലും ജീവിക്കുന്ന ജീവികളെക്കുറിച്ചും റെപ്റ്റലെ അല്ലെങ്കിൽ ഉരകങ്ങളെക്കുറിച്ചും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏവസ് അഥവാ പക്ഷികളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. എല്ലാവരും ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഭാഗം എടുത്തു വച്ചിട്ട് തന്നെ നോക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഹൗ ഈസ് ദ ബോഡി ഓഫ് ഏവസ് അല്ലെങ്കിൽ ബേഡ്, അതിൽ പക്ഷികളുടെ ശരീരം എങ്ങനെയാണ്? ഓക്കെ, ബോഡി ഓഫ് ഏവസ് ഈസ് കവേർഡ് വിത്ത് ഫെദേഴ്സ്, വിങ്സ്, ക്ലോസ് ആൻഡ് ഡിജിറ്റ്സ്. അതായത് പക്ഷികളുടെ ശരീരം എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? പക്ഷികളുടെ ശരീരം തൂവലുകളാൽ പൊതിഞ്ഞതായിരിക്കും. അവയ്ക്ക് ചിറകുകളുണ്ട്, അതുപോലെ അവയ്ക്ക് വിരലുകളുണ്ട്, അവയ്ക്ക് നഖങ്ങളുണ്ട്. ഇത്രയും കാര്യമാണ് നമ്മൾ ഒരു പക്ഷീനെ പെട്ടെന്ന് നോക്കുമ്പോൾ കാണുവാനായിട്ടുള്ളത്. ഓക്കെ, ഹൗ ഈസ് ദ ബോഡി ഓഫ് ഏവസ്, ബോഡി, ഒരു പക്ഷിയുടെ ബോഡി എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഇനി 82ാമത്തെ ചോദ്യം, വാട്ട് കൈൻഡ് ഓഫ് റെസിപ്റ്ററി ഓർഗൻസ് ഏവസ് ഹാവ്, ഏത് തരത്തിലുള്ള ശ്വസന അവയവമാണ് ഏവസ് അല്ലെങ്കിൽ പക്ഷികൾക്ക് ഉള്ളത് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ബേഡ്സ് ഹാവ് നെയേഴ്സ് അല്ലെങ്കിൽ നോസ്ട്രിൽസ്, അതായത് പക്ഷികൾക്ക് നാസദ്വാരങ്ങളുണ്ട്. ലാറിക്സ്, ട്രെച്ചറ ആൻഡ് ലെങ്സ്. നിങ്ങൾക്കറിയാം ഈ ലാറിക്സ് എന്താണെന്നും ട്രെച്ചറ എന്താണെന്നും ലെൻസ് എന്താണെന്നും ഒക്കെ പ്രീവിയസ് ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പക്ഷികൾക്ക് ഇത്തരത്തിലുള്ള ശ്വസന അവയവങ്ങളായിട്ട് നോസ്ട്രിൽസ് അല്ലെങ്കിൽ മൂക്കിന് തുളയുള്ള നാസദ്വാരങ്ങളുണ്ട്, ലാറിക്സ് ഉണ്ട്, ട്രെച്ചറ ഉണ്ട്, ലെങ്സ് ഉണ്ട്. ഇൻ അഡീഷൻ ദേ ഹാവ് 9 എയർ സാക്സ് ആൻഡ് എ സെറിക് വോക്കൽ സെൻറ്റർ. അവയ്ക്ക് എന്താണുള്ളത്? ഒരു 9 എയർ സാക്കുകൾ, അതായത് അവയുടെ ശരീരത്തിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എയർ ഉള്ളതുകൊണ്ട്, അതുപോലെ തന്നെ ഒരു സെറിക് അല്ലെങ്കിൽ ഒരു വോക്കൽ സെൻറ്ററും പക്ഷിക്കുണ്ട്. ഓക്കെ, ഇനി വാട്ട് ഈസ് ലാറിക്സ്, എന്താണ് ലാറിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ലാറിക്സ് ഈസ് എ ഹോളോ ട്യൂബ് ഇൻ ദ നെക്ക് ദാറ്റ് അലൗസ് യു ടു മേക്ക് സൗണ്ട് ആൻഡ് ബ്രീത്ത്. അതായത് ഈ ലാറിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ട്യൂബാണെന്നും ആ ട്യൂബാണ് നമ്മൾ എന്തിനു സഹായിക്കുന്നത്? ശബ്ദം ഉണ്ടാക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നതെന്ന്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ, പ്രീവിയസ് വീഡിയോസിൽ വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് വാട്ട് ഈസ് സ്ട്രെച്ച, എന്താണ് സ്ട്രെച്ച എന്ന് പറയുന്നത്? സ്ട്രെച്ച ഈസ് ഓൾസോ നോൺ ആസ് ദ വിൻഡ് പൈപ്പ്. ഈ സ്ട്രെച്ചയ്ക്ക് പറയുന്ന മറ്റൊരു പേരാണ് വിൻഡ് പൈപ്പ്. ഇറ്റ് ഈസ് എ ട്യൂബ് ദാറ്റ് ക്യാരീസ് എയർ ഫ്രം ദ വോയിസ് ബോക്സ് ടു ദ ലെൻസ്. അത് വോയിസ് ബോക്സിൽ നിന്നും ലെൻസിലേക്ക് എന്ത് ചെയ്യുന്നു? എയറിനെ കൊണ്ടുപോകുന്നതാണ്. വാട്ട് ആർ എയർ സാക്സ്, എന്താണ് എയർ സാക്സ് എന്ന് പറയുന്നത്? എയർ സാക്സ് ആർ സ്പേസ് വിത്ത് ആൻ ഓർഗാനിസം വെയർ ദെയർ ഈസ് എ കോൺസ്റ്റൻറ്റ് പ്രസൻസ് ഓഫ് എയർ. അതായത് ഒരു ഓർഗാനിസത്തിൽ കോൺസ്റ്റൻറ്റ് എപ്പോഴും എയറിൻ്റെ സാന്നിധ്യമുള്ളതാണ്. എമംഗ് മോഡേൺ അനിമൽസ് ബേഡ്സ് പൊസസ് ദ മോസ്റ്റ് എയർ സാക്സ്. അതായത് സാധാരണ ഇന്നത്തെ ജീവജാലങ്ങളിൽ എന്താണ്? പക്ഷികൾക്കാണ് ഏറ്റവും കൂടുതൽ എയർ സാക്സ് ഉള്ളത്. ഓക്കെ, അടുത്തതായിട്ട് വാട്ട് ഈസ് സിറിങ്സ്, എന്താണ് സിറിങ്സ് എന്ന് പറഞ്ഞാൽ? സിറിങ്സ് ഈസ് എ വോക്കൽ ഓർഗൻ ഓഫ് ബേഡ്സ്. അത് പക്ഷികളുടെ ഒരു ശബ്ദം പുറപ്പെടുവിക്കാനുള്ള അവയവമാണ്. ലൊക്കേറ്റഡ് അറ്റ് ദ ബേസ് ഓഫ് ദ ബേഡ്സ് ട്രെച്ചറ. അത് ബേഡ്സിൻ്റെ ട്രെച്ചറയുടെ അന്ത്യത്തിലാണ് ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ അവസാനമാണുള്ളത്. ഇറ്റ് പ്രൊഡ്യൂസ് സൗണ്ട് വിത്തൗട്ട് വോക്കൽ ഫോൾസ് ഓഫ് മാമൽസ്. അതായത് മാമൽസിനെ പോലെ വോക്കൽ വോർഡ്സ് ഇല്ലാതെയാണ് ഈ സിറിങ്സ് സൗണ്ട് പുറപ്പെടുവിക്കുന്നത്. ദ വോക്കൽ ഫോൾസ് വൈബ്രേറ്റ് ടു ക്രിയേറ്റ് ദ സൗണ്ട് ഓഫ് ദ വോയിസ്. ഈ വോക്കൽ വോയിസ് എന്ത് ചെയ്യുന്നു? അത് വൈബ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? അത് ശബ്ദം പുറപ്പെടുവിക്കുവാൻ വേണ്ടിയിട്ട്. അടുത്തതായിട്ട് ഹൗ മെനി ഹാർട്ട് ചേമ്പേഴ്സ് ഏവസ് ഹാവ്, അതായത് ഏവസ് അല്ലെങ്കിൽ പക്ഷികൾക്ക് ഹൃദയത്തിന് എത്ര അറകളുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബേഡ്സ് ഹാവ് 4 ചേമ്പേർഡ് ഹാർട്ട്സ്. അതായത് പക്ഷികൾക്ക് 4 അറകളോട് കൂടിയ ഹൃദയമാണുള്ളത്. ജസ്റ്റ് ലൈക്ക് മാമൽസ്, അതായത് മുലയൂട്ടുന്ന മൃഗങ്ങളെ പോലെ, അല്ലെങ്കിൽ എന്താണ് പക്ഷികൾക്ക് 4 അറകളാണുള്ളത്. ദ 4 ചേമ്പേഴ്സ് ആർ 2 ആർട്രിയ ആൻഡ് 2 വെൻട്രിക്കിൾ. ഈ 4 അറകളെ വിളിക്കുന്നത്, അറകൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ 2 ആർട്രിയയും 2 വെൻട്രിക്കിളുമാണുള്ളത്. ഓക്കെ, ഹൗ ഏവസ് റീപ്രൊഡ്യൂസ്, എങ്ങനെയാണ് ഏവസ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രത്യുൽപാദനം നടത്തുന്നത് അല്ലെങ്കിൽ വംശവർദ്ധനവ് നടത്തുന്നത്? ബേഡ്സ് റീപ്രൊഡ്യൂസ് ബൈ ലേയിങ് എഗ്സ്. പക്ഷികൾ മുട്ടയിട്ടാണ് വംശവർദ്ധനവ് നടത്തുന്നത്. വിച്ച് ആർ ഫെർട്ടിലൈസ്ഡ് ഇന്റേണലി. ഈ മുട്ടകളെല്ലാം ഉള്ളിലായിട്ട് ഇന്റേണലി ആയിട്ട് ഫെർട്ടിലൈസ് ചെയ്യപ്പെടുന്നതാണ്. ദ പ്രോസസ് ഇൻവോൾവ്സ് മെയിൻറ്റെയിനിങ് എഗ് ലേയിങ് ആൻഡ് ഇൻക്യുബേഷൻ. ഈ മുട്ടയെ എന്ത് ചെയ്യുന്നു? ആദ്യമായിട്ട് അത് ഇൻറ്റേർണലൈസേഷൻ നടന്നു, ഫെർട്ടിലൈസേഷൻ നടത്തുന്നു, അതിനുശേഷം മുട്ടയിടുന്നു, അതിനുശേഷം ഇൻക്യുബേഷൻ അല്ലെങ്കിൽ അടയിരിക്കുന്നു. ഓക്കെ, ഇത്രയും പ്രോസസ്സാണ് പക്ഷികളുടെ റീപ്രൊഡ്യൂഷനിൽ നടക്കുന്നത്. ഇനി 88ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ പെക്യൂലിയാരിറ്റീസ് ഓഫ് ഏവസ്, എന്തെല്ലാമാണ് ഏവസിൻ്റെ പെക്യൂലിയാരിറ്റീസ്? ഓക്കെ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ബോഡി ഓഫ് ഏവസ് ഈസ് കവേർഡ് വിത്ത് ഫെദേഴ്സ്, വിങ്സ്, ക്ലോസ് ആൻഡ് ഡിജിറ്റ്സ്. അതായത് ഏവസ് അല്ലെങ്കിൽ പക്ഷികളുടെ ബോഡി എങ്ങനെയാണ്? കവേർഡ് വിത്ത് ഫെദേഴ്സ്, അതായത് മുഴുവൻ മൂടി ഇരിക്കുന്നു. എന്തുകൊണ്ട്? ഫെദേഴ്സ് അല്ലെങ്കിൽ തൂവലുകൾ കൊണ്ട്, വിങ്സ് കൊണ്ട്, ചിറകുമുണ്ട്. അതുപോലെ തന്നെ ഓൺ ഡിജിറ്റ്സ്, അവയ്ക്ക് എന്താണുള്ളത്? വിരലുകളുമുണ്ട്. ബേഡ്സ് ഹാവ് നേസൽസ്, ലാരിക്സ്,
ട്രെച്ചറ ആൻഡ് ലങ്സ്. പക്ഷികൾക്ക് പിന്നെ ഉള്ളത് എന്തെല്ലാമാണ്? നേറൽസ് അല്ലെങ്കിൽ നോസ്ട്രിൽസ്, അതുപോലെ തന്നെ ലേറിക്സ്, അതുപോലെ തന്നെ ട്രെച്ചറ, അതുപോലെ തന്നെ ലങ്സ്, ഇവയെല്ലാം ഉണ്ട്. ഇൻ അഡീഷൻ ദേ ഹാവ് 9 എയർ സാക്സ് ആൻഡ് എ സിറിങ്സ്. അതായത് പക്ഷികൾക്ക് അതുപോലെ തന്നെ 9 എയർ സാക്കുകളും ഒരു സിറിങ്സും ഉണ്ട്. അടുത്തതായിട്ട് ബേഡ്സ് ഹാവ് 4 ചേംബേർഡ് ഹാർട്ട്സ്. ബേഡ്സിന് 4 ചേംബേർഡ് ഹാർട്ടാണുള്ളത്. ലൈക്ക് മാമൽസ്. എന്താണ്? മാമൽസിനെ പോലെ പ്രസവിക്കുന്നത് ആയിട്ടുള്ള അനിമൽസിനെ പോലെ 4 ചേംബേർഡ് ഹാർട്ടാണുള്ളത്. ദ 4 ചേംബേഴ്സ് ആർ 2 ആർട്രിയ ആൻഡ് 2 വെൻട്രിക്കിൾ. 2 ആർട്രിയയും 2 വെൻട്രിക്കിളുമാണ് ഈ 4 ചേംബേഴ്സ് ആയിട്ടുള്ളത്. ബേഡ്സ് റീപ്രൊഡ്യൂസ് ബൈ ലേയിങ് എഗ്സ്. ബേഡ്സ് എന്താണ് ചെയ്യുന്നത്? പ്രത്യുൽപാദനം നടത്തുന്നത് എങ്ങനെയാണ്? ലേയിങ് എഗ്, അതായത് മുട്ടയിട്ടാണ് അവ റീപ്രൊഡ്യൂഷൻ നടത്തുന്നത്. വിച്ച് ആർ ഫെർട്ടിലൈസ്ഡ് ഇന്റേണലി. അവ ഇന്റേണലിയാണ് ഫെർട്ടിലൈസ് ചെയ്യുന്നത്. ദ പ്രോസസ് ഇൻവോൾവിങ് മെയിൻറ്റെയിനിങ് എഗ് ലേയിങ് ആൻഡ് ഇൻക്യുബേഷൻ. അങ്ങനെ ഈ പ്രത്യുൽപാദനം നടത്തുന്ന പ്രോസസ്സ് ഉൾക്കൊള്ളുന്ന ഏതെല്ലാമാണ്? എഗ് ലേയിങ്, അതായത് മുട്ടയിടലും, അതുപോലെ തന്നെ ഇൻക്യുബേഷൻ അല്ലെങ്കിൽ അടയിരിക്കലും അതിൽ ഉൾപ്പെടുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ടേബിൾ 6.1 ക്ലാസിഫിക്കേഷൻ തന്നിട്ടുണ്ട്. മാമാലിയ അല്ലെങ്കിൽ മാമൽസ് എന്നുള്ള ആ ഒരു പാഠഭാഗമാണ്. ഓക്കെ, വാട്ട് ആർ ദ പെക്യൂലിയാരിറ്റീസ് ഓഫ് ദ ബോഡി ഓഫ് മാമൽസ് ഓർ മാമാലിയ. അതായത് എന്താണ് ഈ മാമാലിയയുടെ ശരീരത്തിൻ്റെ പ്രത്യേകതകൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ദ പെക്യൂലിയാരിറ്റി ഓഫ് ദ ബോഡി ഓഫ് മാമാലിയ ഓർ മാമൽ ഈസ് ദ ബോഡി ഈസ് കവേർഡ് വിത്ത് ഹെയർ അല്ലെങ്കിൽ ഫർ. അതായത് അവയുടെ ശരീരം ഒന്ന് രോമം കൊണ്ട്, ഹെയർ അല്ലെങ്കിൽ ഫർ എന്ന് വെച്ചാൽ രോമം കൊണ്ട് ഇരിക്കുന്നു. നെയിൽസ് ഓൺ ഫിംഗേഴ്സ്. അതുപോലെ തന്നെ അവയുടെ വിരലുകളുടെ അറ്റത്ത് എന്താണുള്ളത്? നഖങ്ങളുണ്ട്. ടോ ആൻഡ് ലാക്കേറ്റ്. അതുപോലെ തന്നെ ഫിംഗേഴ്സ് ആൻഡ് ടോ. അതുപോലെ തന്നെ അവിടെ തണ്ടവിരലിനും വിരലുകൾക്കും എന്തുണ്ട്? നെയിൽസ് ഉണ്ട്. അതുപോലെ ലാക്കേറ്റ്, അവ മുലയൂട്ടുകയും ചെയ്യുന്നു. ഓക്കെ, 90ാമത്തെ ചോദ്യം. വാട്ട് കൈൻഡ് ഓഫ് റെസിപ്റ്ററി ഓർഗൻസ് മമാലിയ ഓർ മാമൽസ് ഹാസ്. അതായത് ഏത് തരത്തിലുള്ള ശ്വസനാവയവമാണ് മാമൽസിനുള്ളത്? ഇൻ മാമൽസ് ലങ്സ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓർഗൻ ഇൻ ദ റെസിപ്റ്ററി സിസ്റ്റം. അതായത് മാമൽസിന് ലെൻസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? ശ്വസന അവയവം. ദ അതർ റെസിപ്റ്ററി ഓർഗൻസസ് ആർ. ബാക്കി ഓർഗൻസസ് ഏതെല്ലാമാണെന്ന് വെച്ചാൽ നോസ്, ട്രച്ചിയ ആൻഡ് ബ്രീത്തിങ് മസിൽസ്. അവയ്ക്ക് മൂക്കും ട്രച്ചിയയും അതുപോലെ തന്നെ ബ്രീത്തിങ് മസിൽസുമാണ് ഉള്ളത്. ഹൗ മെനി ഹാർട്ട് ചേംബേഴ്സ് ആർ ദെയർ ഇൻ മാമൽസ്. എത്ര ഹാർട്ട് ചേംബേഴ്സാണ് മാമൽസിനുള്ളത്? മാമൽസ് ഹാർട്ട് ഹാസ് 4 ചേംബേഴ്സ്. അതായത് മാമലിൻ്റെ ഹൃദയത്തിന് എന്താണ് പറയുന്നത്? 4 ചേംബേഴ്സാണുള്ളത്. ദേ ആർ 2 ആർട്രിയ ആൻഡ് 2 വെൻട്രിക്കിൾ. ഈ 4 ചേംബേഴ്സ് 2 ആർട്രിയായും 2 വെൻട്രിക്കിളായും വിഭജിച്ചിരിക്കുന്നു. വാട്ട് ഈസ് ദ റിപ്രൊഡക്റ്റീവ് മെത്തേഡ് ഓഫ് മാമൽസ്. എന്താണ് മാമൽസിൻ്റെ റിപ്രൊഡക്റ്റീവ് മെത്തേഡ്? മോസ്റ്റ് അനിമൽസ് ആർ വിവോപെറസ് ഗീവിങ് ബർത്ത് ടു ലൈവ് വൺസ്. അതായത് നമ്മൾ മനസ്സിലാക്കുക, ഈ മാമൽസ് എന്താണ് ചെയ്യുന്നത്? അവ ഗീവിങ് ബർത്ത് ടു ലൈവ് അനിമൽസ്, അതായത് അവ പ്രസവിക്കുന്ന അനിമൽസ് ആണ്. ഗീവിങ് ബർത്ത് എന്ന് വെച്ചാൽ പ്രസവിക്കുക എന്നാണ്. അപ്പോൾ മാമൽസ് എന്താണ് ചെയ്യുന്നത്? പ്രസവിക്കുന്ന ഒരു അനിമൽ ആണെന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. ഇനി 93. വാട്ട് ഈസ് ദ പെക്യൂലിയാരിറ്റി ഓഫ് മാമൽസ് ഓർ മാമാലിയ. എന്താണ് മാമൽസിൻ്റെ പെക്യൂലിയാരിറ്റി, പ്രത്യേകതകൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമതായിട്ട്, പെക്യൂലിയാരിറ്റി ഓഫ് ദ ബോഡി ഓഫ് ദ മാമൽ ഓർ മാമൽ ഈസ് ദ ബോഡി കവേർഡ് വിത്ത് ഹെയർ ഓർ ഫർ. അവ എന്താണ് ചെയ്യുന്നത്? മാമൽസിൻ്റെ ശരീരം മുഴുവൻ രോമങ്ങൾ കൊണ്ട് കവർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നെയിൽസ് ഓൺ ഫിംഗേഴ്സ് ആൻഡ് ടോ. അതുപോലെ തന്നെ അവിടെ തന്തവിരലിലും അതുപോലെയുള്ള വിരലുകളിലും എന്താണുള്ളത്? നെയിൽസ് ഉണ്ട് അല്ലെങ്കിൽ നഖങ്ങളുണ്ട്. രണ്ടാമതായിട്ട്, മാമൽസ് ലാക്കേറ്റ് ദെയർ യങ് വൺസ്. അവ മുലയൂട്ടുന്നു. മാമൽസ് എന്ത് ചെയ്യുന്നു? അവയുടെ കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്നു. മൂന്നാമതായിട്ട്, ഇൻ മാമൽസ് ലങ്സ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓർഗൻ ഇൻ ദ റെസിപ്റ്ററി സിസ്റ്റം. മാമൽസിൽ ലങ്സ് അല്ലെങ്കിൽ ശ്വാസകോശമാണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗൻ, അവയവം ഇൻ ദ റെസിപ്റ്ററി സിസ്റ്റം, അതായത് ശ്വസന വ്യവസ്ഥയിൽ. അതർ റെസിപ്റ്ററി ഓർഗൻസ് ആർ. അത് മറ്റുള്ള റെസിപ്റ്ററി ശ്വസന അവയവങ്ങൾ ആർ കാണുന്ന ഏതൊക്കെയാണ്? ഒന്ന് നോസ്, മൂക്കും, ട്രെച്ചറ ആൻഡ് ബ്രീത്തിങ് മസിൽസ്, ഇവയാണ്. ഓക്കെ, അടുത്തതായിട്ട്, മാമൽസ് ഹാർട്ട് ഹാവ് 4 ചേംബേഴ്സ്. മാമൽസിൻ്റെ ഹൃദയത്തിന് 4 അറകളാണുള്ളത്. ദേ ആർ 2 ആർട്രിയ ആൻഡ് 2 വെൻട്രിക്കിൾസ്. അവ ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ 2 ആർട്രിയയും 2 വെൻട്രിക്കിളുമാണ്. മോസ്റ്റ് അനിമൽസ് ആർ വിവപ്പറസ് ഗീവിങ് ബർത്ത് ടു ലൈവ് യങ്സ്. അതായത് മോസ്റ്റ് ഓഫ് ദിസ് അനിമൽസ് എന്താണ് ചെയ്യുന്നത്? അവയുടെ ബർത്ത് ചെയ്യുന്നു അല്ലെങ്കിൽ അവ പ്രസവിക്കുന്ന അനിമൽസ് ആണ്. ഓക്കെ, ഇനി 94ാമത്തെ ചോദ്യം. ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് ഹാർട്ട് ചേംബേഴ്സ് ക്രൊക്കഡൈൽസ് ആൻഡ് അലിഗേറ്റർ ഹാസ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ഇവിടെ ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട്. ഈ പട്ടിക 6.1, അതായത് ടേബിൾ 6.1 താഴെ മുതല, ചീങ്കണ്ണി എന്നിവയുടെ ഹൃദയങ്ങളുടെ അറകളുടെ എണ്ണം കണ്ടെത്തൂ എന്ന് നമ്മളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ക്രൊക്കഡൈൽ ആൻഡ് അലിഗേറ്റേഴ്സ് മുതലയുടെയും ചിങ്കണ്ണിയുടെയും ഹൃദയത്തിന് എത്ര അറകളുണ്ടെന്ന് ഞാൻ ഓൾറെഡി ഇത് പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും പറയാണ്, ക്രൊക്കഡൈൽസ് ഇൻക്ലൂഡിങ് ക്രൊക്കഡൈൽസ്, അലിഗേറ്റേഴ്സ് ആൻഡ് ഗാവിൽസ് ഹാവ് 4 ചേംബേർഡ് ഹാർട്ട്സ് ലൈക്ക് ഏവസ് ആൻഡ് അനിമൽസ്. അതായത് ഈ
ക്രൊക്കഡൈലിനും അലിഗേറ്റേഴ്സിനും ഗാവിൽസിനും എന്താണ് 4 ചേംബേർഡ് ഹാർട്ടാണുള്ളത്. അതായത് 4 അറകളാണ് ഹൃദയത്തിനുള്ളത്. ആരെ പോലെ? ഏവസ് ആൻഡ് മാമൽസ്, അതായത് പക്ഷികളെ പോലെയും മാമൽസിനെ പ്രസവിക്കുന്ന ജീവികളെയും പോലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന്. നൗ വി വിൽ ഗോ ടു അനദർ വീഡിയോ.